എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സാഞ്ചി അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. ഇവന്മാരെല്ലാവരും സാഞ്ചിയെ അങ്ങനെ നിർത്താതെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട വിൻസ്മോക്ക് ഫാമിലി അവർ ആ വില്ലന്മാരെ എല്ലാവരെയും പ്രിവെന്റ് ചെയ്തും അവരെ തിരികെ അറ്റാക്ക് ചെയ്തും സാഞ്ചിയെ ലൂഫിയും സേഫായി കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പല് ആ ഹാർബറിനോട് അടുപ്പിച്ചു. സാഞ്ചിയെ ലൂഫിയും കണ്ട നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. അടുത്ത സെക്കൻഡിൽ അവർ കപ്പലിലേക്ക് ചാടി കയറുകയാണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ തീരെ വയ്യ. പക്ഷെ സാഞ്ചി പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനൊരു അല്പ ഫുഡ് അത് കൊടുത്താ അവൻ ഓക്കെ ആയിക്കൊള്ളും. ലൂഫി ആണെങ്കിൽ അപ്പോഴും പാതി മയക്കത്തില് അമ്മയോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും ഇത്രയും ലേറ്റ് ആയല്ലേ, ഞാൻ ഒരുപാട് നേരമായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കാണുന്നില്ലേ, ആ വില്ലന്മാരെല്ലാവരും ഐലാൻഡ് കവർ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഇവിടേക്ക് വന്നതാണ്, സത്യത്തിൽ നീയാണ് ഇവിടേക്ക് എത്താൻ ലേറ്റ് ആയെന്ന് പറയും. ഒപ്പറാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ലൂഫിയോട് ചോദിക്കും, സത്യം പറയും, നീ ആ കട്ടകുറി വില്ലനെ അവനെ തല്ലി തോൽപ്പിച്ചോ? അതിന് ലൂഫി, അതെ, ഞാൻ അവനെ തോൽപ്പിച്ചു എന്ന് മറുപടി പറയും. ജിംബൈക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം കട്ടകുറിയുടെ കൂടെ നിന്ന് എന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയവനാണ് ജിംബൈ. ഇവിടെ ചോപ്പർ ആണെങ്കിൽ ലൂഫിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. സാഞ്ചിയുടെ ബോഡിയിലും ഒരുപാട് ബ്ലഡ് ഒക്കെ കണ്ട് ചോപ്പർ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ സാഞ്ചി ആണെങ്കിൽ ചോപ്പറിനോട് പറയും, ആദ്യം ലൂഫിക്ക് നീ ഏറ്റവും ബെറ്ററും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്ക്, അതിനുശേഷം മാത്രം എനിക്ക് ട്രീറ്റ്മെന്റ് മതി. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ നട്ട്സ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ബിഗ് മോം വന്നു പോയതിൽ തുടർന്ന് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് കിടക്കുകയാണ്. ബിൽഡിങ്ങുകളുടെ ഒക്കെ ഇടയിൽപ്പെട്ട് ഒരുപാട് മനുഷ്യന്മാരും അത് കണ്ട ബീഡിപ്പെണ്ണാണെങ്കിൽ ഓരോരുത്തരായിട്ട് അവിടുന്ന് രക്ഷിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. കാരണം അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ് ബിഗ് മോം. അവരുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിധി ഉണ്ടായതിനെ ഓർത്ത് അവർ ഒരുപാട് ദുഃഖിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഇപ്പോൾ സേഫ് ആയിട്ടിരിക്കുന്ന ഐലാൻഡിലെ ജനങ്ങളെ കാണിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ. ചീഫ് ഷെഫ് ആൾ ഒരുപാട് ദിവസങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിലാണ് ആ ഒരു വെഡ്ഡിംഗ് കേക്ക് അത് റെഡിയാക്കി എടുത്തത്. സോ ആ ഒരു കേക്കാണെങ്കിൽ ലൂഫിയാൻ ടീം തകർത്ത് കളഞ്ഞു. ഇപ്പൊ ബിഗ് മോമിനെ അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് ബിഗ് മോമിന്റെ മകൾ പുട്ടിങ് അവള് വെറും മണിക്കൂറുകൾ കൊണ്ടാണ് പുതിയൊരു വലിയ വെഡ്ഡിംഗ് കേക്ക് ക്രിയേറ്റ് ചെയ്തത്. അത് കാണാൻ ആ ചീഫ് ഷെഫ് ഉണ്ടാക്കിയ വെഡ്ഡിംഗ് കേക്ക് പോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിന്റെ ടേസ്റ്റ് അതൊരിക്കലും അത്ര നന്നായിരിക്കില്ല. കാരണം പുട്ടിങ് ഒരു നല്ല ഷെഫ് അല്ല. അവൾക്ക് ആ ചീഫ് ഷെഫിന്റെ അത്രയും കഴിവും പവറും ഒന്നുമില്ല. അതുകൊണ്ട് ബിഗ് മോം ആ കേക്ക് കഴിച്ച് വീണ്ടും വലിയൊരു അറ്റാക്ക് അത് ബാക്കിയുള്ള ഐലാൻഡിലേക്ക് കൂടെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പരസ്പരം പറയും. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പേടിച്ച് ജനങ്ങളാണെങ്കിൽ ഇപ്പൊ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പ്ലാൻ ചെയ്യും. അതേസമയം ബിഗ് മോം അവൾ ആ കേക്ക് കഴിക്കാനായിട്ട് പ്ലഫി ഐലാൻഡ് ലക്ഷ്യമാക്കി വരികയാണ്. ഈ പ്ലഫി ഐലാൻഡിന്റെ ചീഫ് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഷിഫോണാണ്. ടപ്പോംസും ഷിഫോണും ആൾക്കാരും എല്ലാവരും ഇപ്പൊ ഐലാൻഡിലേക്ക് ഇറങ്ങും. അതിനുശേഷം ആ ഒരു വലിയ കേക്ക് അത് സേഫായി പ്ലഫി ഐലാൻഡിലേക്ക് വെക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ആർത്തിയോടെ ആ കേക്കിന് നേരെ വരും. ഇവിടെ കപ്പോംസിന്റെ കപ്പല് അത് തീ പിടിച്ച് പതിയെ പതിയെ കടലിന്റെ ആഴങ്ങളിലേക്ക് അങ്ങനെ താഴ്ന്നു പോകാനായിട്ട് തുടങ്ങും. കപ്പോംസും ഷിഫോണും ആ കപ്പലങ്ങനെ പതിയെ പതിയെ മുങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കും. കപ്പോംസ് ആണെങ്കിൽ ഷിഫോണിനെ അടുത്തേക്ക് വിളിക്കും, വായു, എല്ലാവരും എത്രയും വേഗം എൻ്റെ സ്റ്റൊമക്കിലുള്ള ആ ഒരു കോട്ടയിലേക്ക് കയറ്, ഞാൻ നിങ്ങളുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അതിന് ഷിഫോൺ ആണെങ്കിൽ കപ്പോംസിനോട് പറയും, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഒരല്പനേരം നമ്മുടെ കുഞ്ഞിനെ പിടിക്കാമോ? എനിക്ക് അമ്മ ഒരു വെഡ്ഡിംഗ് കേക്ക് അത് മുഴുവനായിട്ടും കഴിച്ചു തീരുന്നത് ഒന്ന് കാണണം. അത് കേട്ട് കപ്പോംസ് ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. കാരണം ആ ഒരു കേക്ക് അത് ബിഗ് മോം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ കംപ്ലീറ്റ് നേച്ചർ അത് ചേഞ്ച് ആവും. തീർച്ചയായിട്ടും അവൾ ചാടി വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും. കട്ട് ചെയ്ത ആ ഹോൾ കേക്ക് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ മോണ്ടർ അവൻ പരസ്പരമായി കോണ്ടാക്ട് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി അറിയുകയാണ്. പരസ്പരമാണെങ്കിൽ ഇപ്പൊ ആകെ ടയേർഡാണ്. ആ പെട്രോ അവൻ ക്രിയേറ്റ് ചെയ്ത ബ്ലാസ്റ്റിലെ ഇമ്പാക്ട് അതിപ്പോഴാണ് അവന്റെ ശരീരത്തെ കുറേശ്ശെ ബാധിച്ചത്. പരസ്പരമാണെങ്കിൽ അവനോട് പറയും, ആ കപ്പോംസും ഷിഫോണും അവർ രണ്ടുപേരും ചേർന്ന് ആ വലിയ വെഡ്ഡിംഗ് കേക്ക് അത് ആ പ്ലഫി ഐലാൻഡിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കപ്പോംസ് അതിൽ പോയിസൺ ചേർത്തിട്ടുണ്ടാവും. അത് കഴിച്ചാൽ തീർച്ചയായിട്ടും ബിഗ് മോം അവൾ കൊല്ലപ്പെടുന്നു പറയും. അത് കേട്ട് അവൻ ഷോക്ക് ആവുകയാണ്. മൗണ്ടോർ ആണെങ്കിൽ ഈ ന്യൂസ് എല്ലാം കേട്ട് ചുറ്റും നോക്കും. ഇത്രയും സമയം അവന്റെ അരികിലുണ്ടായിരുന്ന ആ ന്യൂസ് റിപ്പോർട്ടർ അവനെ ഇപ്പൊ കാണാനില്ല. ഉടനെ അവൻ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, എന്ത് വില കൊടുത്തും ആ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ടെത്തണം. ഈ ന്യൂസൊക്കെ വെളിയിൽ പോയാൽ നമുക്ക് വലിയ നാണക്കേടാണ്. അതേസമയം ഇവിടെ ആ പ്ലഫി ഐലാൻഡ് കാണിക്കും. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ബിഗ് മോമിനെ കണ്ട് പേടിച്ചോടുകയാണ്. പക്ഷേ നമ്മുടെ ഷിഫോൺ
അവള് സാഞ്ചിയിലും ആ കേക്കിലും വിശ്വാസം അർപ്പിച്ച് ബിഗ് മോമിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പോംസ് ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് വേറൊരു കപ്പൽ റെഡിയാക്കാൻ പറയും. ഷിഫോൺ അവൾ എപ്പോ ഓക്കെ പറയുന്നോ ആ നിമിഷം ഷിഫോണുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവന്റെ വൈഫ് ഷിഫോണിന്റെ ആഗ്രഹം അത് നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് അവൻ ഇത്രയും റിസ്കുകൾ എടുക്കുന്നത്. അതേസമയം ലോങ് ഷോട്ടിൽ ആ ബിഗ് മോം അവള് ചാടി വന്ന് ആ കേക്കിന്റെ മുൻപിൽ ലാൻഡ് ചെയ്യാണ്. അവൾക്കാണെങ്കിൽ ഒരുപാട് നേരത്തെ അവളുടെ ആക്രാന്തത്തിനും ആഗ്രഹത്തിനും ഒക്കെ ഇപ്പൊ വിരാമം കുറിച്ചുകൊണ്ട് ആ കേക്ക് കിട്ടിയിരിക്കുകയാണ്. വായിലൂടെ വെള്ളമൊക്കെ ഊറി അവൾ ആ കേക്കിന്റെ തൊട്ടടുത്ത് വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ കപ്പൽ എങ്ങനെയെങ്കിലും ഒക്കെ ടേൺ ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ആ സമയം ആ സ്മൂത്തിയും ഡീഫുക്കോ അവർ രണ്ടുപേരും ചേർന്ന് കപ്പലിനെ വളയാനായിട്ട് തുടങ്ങും. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ ഇൻസ്മോക്ക് ആളവിടേക്ക് ഫ്ലൈ ചെയ്ത് വന്ന് ആ കപ്പലുകൾ ഒന്നൊന്നായിട്ട് തകർക്കും. ഡീഫുക്കൂനാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. വിൻസ്മോക്ക് ആണെങ്കിൽ ആളുടെ 2 കപ്പലുകൾ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യും. മാത്രമല്ല വിൻസ്മോക്കുള്ള കപ്പല് അങ്ങനെ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ക്രോസ് ചെയ്ത് പോവും. ആ സമയം വിൻസ്മോക്കും സാഞ്ചിയും അവർ രണ്ടുപേരും കണ്ണോടൊടക്കി പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും. അടുത്ത നിമിഷം വിൻസ്മോക്ക് ആളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി ലൂഫിയെ വിളിക്കുകയാണ്. ഹലോ സ്ട്രോഹാറ്റ്, നിങ്ങൾ ഈ യൂസ്ലെസ് സാഞ്ചിയെ രക്ഷിക്കാനാണോ കഷ്ടപ്പെട്ട് ഈ 4 എംപറേഴ്സിൽ ഒരാളായ ബിഗ് മോമിന്റെ കോട്ടയിലേക്ക് വന്നത്? ഇവൻ എന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു വലിയ വേസ്റ്റ് ആയിരുന്നു. അവൻ ഇവിടുന്ന് പോയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. സാഞ്ചി ഒരു റോയൽ ബ്ലഡ് ആണ്, പക്ഷേ അതിൻ്റെതായ യാതൊരു ക്വാളിറ്റിയും അവനില്ല. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അവരുടെ സ്കിന്ന് അത് അയണാണ്. അവരുടെ പവർ അത് വേറെ ലെവലാണ്. അവർക്ക് ഇമോഷൻസ് എന്നൊന്ന് ഇല്ല. അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഈ സാഞ്ചി അവൻ വെറും ഒരു ലോക്കൽ ഷെഫ് മാത്രമാണ്. നിലത്തുപോയ ഫുഡ് പോലും അവൻ പെറുക്കി തിന്നും. മാത്രമല്ല തന്നെ കൊല്ലാൻ പോകുന്ന പെൺകുട്ടിയെ അവളെ കണ്ണു അടച്ച് വിശ്വസിച്ച് അവളുടെ ഡ്രാമയ്ക്ക് കൂട്ടുനിന്ന മണ്ടനാണിവൻ. സത്യത്തിൽ ഇവൻ വെറും ഒരു വേസ്റ്റ് ആണെന്ന് പറയും. സ്മോക്കി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ആൾക്കാർ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ ലൂഫി മാത്രം സിമ്പിളായി കൈയൊക്കെ വീശി കാണിച്ച് വിൻസ്മോക്കിനോട് പറയും, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തെന്ന സഹായം അതൊരിക്കലും ഞങ്ങൾ മറക്കില്ല. വിൻസ്മോക്ക് ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം വിൻസ്മോക്കിന് മനസ്സിലാവും ലൂഫി ആളെ കളിയാക്കിയതാണെന്ന്. കാരണം ആൾ ഏറ്റവും ചീപ്പാണെന്നും യൂസ്ലെസ് ആണെന്നും പറഞ്ഞ സാഞ്ചിയാണ് അവരെ രക്ഷിച്ചത്. മാത്രമല്ല ആ സാഞ്ചിയെ അവനെ രക്ഷിക്കാനാണ് ഈ മണ്ടന്മാര് ഇപ്പൊ ഇവിടേക്ക് വന്നത്. സാഞ്ചിക്ക് കാര്യം മനസ്സിലായി. സാഞ്ചി ലൂഫിയോട് ദേഷ്യപ്പെടും. ജിംബൈ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ക്യാരറ്റ് അവൾ എന്തോ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. അതിനുശേഷം അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്കും ആ കാഴ്ച കാണിച്ചു കൊടുക്കും. അത് മറ്റൊന്നുമല്ല, ബിഗ് മോമിന്റെ ഒരുപാട് അസിസ്റ്റൻസ് ആ ഐലാൻഡിലുള്ള സർവ്വ കപ്പലുകളുമായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്ന ഓറഞ്ച് ഡോട്ട് അതാണ് നമ്മുടെ ആൾക്കാരുടെ കപ്പല്. അതിനോട് ചേർന്ന് നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്ത് വിൻസ്മോക്കിന്റെ കപ്പലുകൾ. അതിനും കുറെ കൂടെ ദൂരെയായി പിങ്ക് ഡോട്ട്സിൽ കാണുന്നതാണ് ബിഗ് മോമിന്റെ അസിസ്റ്റൻസിന്റെ കപ്പലുകൾ. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴായിരിക്കും ജീനി അതാണെങ്കിൽ ക്യാരറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞു വരിക. കാണേണ്ട താമസം നമ്മുടെ സാഞ്ചി അവൻ ഞൊടിയിടയിൽ പാഞ്ഞു വന്ന് ജീനിയെ അടിച്ച് താഴെയിടും. ബിഗ് മോമിന്റെ ആൾക്കാർ അവിടേക്ക് വന്നത് പെഡൽ ഷിപ്സിലാണ്. നമ്മുടെ ആൾക്കാർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ വട്ടക്സുമി അവ മുകളിലേക്ക് വന്ന് ആ വില്ലന്മാരുടെ ഒരുപാട് കപ്പലുകൾ തകർത്ത് കളയുക. മുംബൈയാണെങ്കിൽ അത് കണ്ട് ഞെട്ടി കടലിലേക്ക് എടുത്തു ചാടും. അപ്പം അവൻ കാണും അവന്റെ സൺ പൈററ്റ്സ് അവരെല്ലാവരും ഇപ്പോഴും കടലിനടിയിൽ ജിംബയെ സപ്പോർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ജിംബൈ ആണെങ്കിൽ അങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.